ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മാംഗോ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ഹൽവയായിട്ട് ഉണ്ടാക്കി വയ്ക്കാം, ജാം ഉണ്ടാക്കാം, സ്ക്വാഷ് ഉണ്ടാക്കാം, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാംഗോ ഹൽവ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഇവിടെ ഒരു 4 മാങ്ങയാണ് എടുത്തിരിക്കണത്. അത് നല്ല കട്ടിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാം. നാര് കുറവായിട്ടുള്ളത് കട്ടിയുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 എടുത്തിട്ടുണ്ട്. എപ്പോഴും അത് ശ്രദ്ധിക്കണം, ഈ നാരുള്ള മാങ്ങ എടുക്കണ്ട. പിന്നെ ഞാനിവിടെ ഒരു 3/4 ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇത് മാങ്ങ നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കാൻ കാരണം. കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ബൗളിന് ഒരു 1/2 ബൗളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ കോൺഫ്ലവർ തന്നെ എടുക്കണമെന്നില്ല, മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം, അതല്ല അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ബദാം ഇവിടെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, ഈ അണ്ടിപ്പരിപ്പും ഈ നിലക്കടലയൊക്കെ ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കണം, നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. നിലക്കടലയും കുറച്ചെടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് നമ്മുടെ നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ഈ മാങ്ങ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിയുമ്പോഴേക്കും പിന്നെ നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മാങ്ങ എന്താ പറയുക, മാങ്ങ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് വളഞ്ഞു വരട്ടെ. ഇന്ന് ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് ഷൈനി, ഇത് ലത. അപ്പൊ ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത്. സൂപ്പർ മാംഗോ ഹൽവ. നമ്മളുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഏകദേശം ആ നെയ്യിൽ കിടന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് സ്ലോയിൽ വെച്ചാൽ മതി. നമുക്ക് എന്നാലും ആ കോൺഫ്ലവർ ഉണ്ടല്ലോ, ആ കോൺഫ്ലവർ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാം. കട്ട കെട്ടാതെ വേണം കേട്ടോ അങ്ങനെ ഇളക്കിയെടുക്കാൻ. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും ഈ കോൺഫ്ലവർ കലക്കിയത് എനിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കൈയെടുക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നമ്മൾ സിമ്മിൽ തന്നെ ഇട്ടാൽ മതി. നന്നായി കുറുകി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഇങ്ങോട്ട് ആവണം. രണ്ട് സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നിലക്കടല കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികമായിട്ട് ഇടണ്ട കേട്ടോ, നമുക്കിനി മേലെ ഇടാനാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് മുറിക്കുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ടാവും അതിൻ്റെ മേലെ വെച്ച് മുറിക്കുമ്പോൾ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം മാത്രം മതി. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് ഇനി വഴണ്ട് വരണം. നമുക്കപ്പോൾ കുറച്ചും കൂടി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി കുറച്ചും കൂടി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യിൽ കിടന്ന് ഒന്നും കൂടി നന്നായിട്ടാവട്ടെ.
ഈ പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യണത്. അപ്പൊ അതിനു വേണ്ടി നമുക്കിതിൽ കുറച്ച് നെയ്യാക്കിയിട്ടേ ഞാൻ നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, അങ്ങനെ വിട്ട് വിട്ട് വരുന്ന പോലെ ഉണ്ട്. ഒന്നും കൂടി ആയിക്കോട്ടെ, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് സെറ്റായി വരുള്ളൂ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ടില്ലേ. ഒന്നും കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ. ഇതാ നമുക്ക് കണ്ടില്ലേ, ഇതേപോലെ വിട്ട് പോരണം. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. നമുക്ക് എന്നാലും ഈ പാത്രത്തിൽ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടിയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ഇട്ട് കൊടുക്കാട്ടോ. അടിയിൽ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്പൂൺ കൊണ്ട് കുറച്ച് സ്പൂണിൻ്റെ അടിഭാഗത്ത് നെയ്യാക്കിയിട്ടേ നമുക്കണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു തട്ടി ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്നു. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായി വരും. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഇതും കൂടി വെച്ചു കൊടുക്കാം അല്ലേ? ഇട്ടുകൊടുക്കട്ടെ. നമ്മൾ പിടിച്ചിരുന്നു ഇതിന്റെ പോരണ്ട ചൂടോടെ. അതന്നെ ഞാൻ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അരമണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടേക്ക് ഒന്ന് നോക്കുക എങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ട്. ആ, ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കാം. ആയി, നന്നായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നന്നായിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ ഹൽവ നല്ല അസലായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് എന്നാലും ഈ ഹൽവ ഒന്ന് മുറിച്ച് നോക്കുക. കണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കൂ. കുറച്ചെടുത്താണോ? അതല്ല, നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയൂ. സൂപ്പറായിരുന്നു. മധുരം പാകം. പിന്നെ ഈ മാങ്ങയുടെ സ്വാദൊന്ന് പൊന്തി നിൽക്കുന്നുണ്ട്. അത് കാരണം ഭയങ്കര ഒരു നന്നായിട്ടല്ലേ. അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.